ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ചേച്ചി വീട്ടിലെത്തി. ചേച്ചീനോട് ഞാനൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി എന്താ ഇവിടെ, എന്തിനാ പോകണമെന്നും അറിയാതാണ് വരുന്നത്. അപ്പം ഞാൻ രണ്ടുപേരും പോവാണ്. മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. എനിക്ക് റെയിൻകോട്ടില്ല. അങ്ങനെ ഞങ്ങൾ സൈഡിലൊന്ന് നിർത്തി ഒരു കടയിൽ നിന്ന് റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പോകേണ്ടത് ഫറൂഖാണ്. അപ്പോൾ ഈ ഫാറൂഖും വേറെ വേറെ ആണെന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയുന്നത്. കാരണം പോകേണ്ട സ്ഥലം ഒന്ന് ജസ്റ്റ് തെറ്റിപ്പോയിട്ടുണ്ട്. ഫറൂഖ് കോളേജിൽ നിന്നാണ് അവർ പറഞ്ഞത് ഫറൂഖ് ആണെന്ന് വിചാരിച്ചിട്ട് ഫറൂഖിലേക്ക് പോയി. പക്ഷേ ഫറൂഖിലേക്ക് പോകുമ്പോഴും വഴി ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്, രാമനാട്ടുകര വഴിയിലേക്ക്. പക്ഷേ റൈറ്റിലേക്കായിരുന്നു കൊണ്ട് അങ്ങനെ നേരെ തിരിച്ചു വന്നു. അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഫറൂഖ് അല്ല, ഫാറൂഖ് കോളേജാണ്. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഫാറൂഖ് കോളേജിലെത്തി. അപ്പോൾ ഇതാണ് സ്ഥലം എന്ന് പറയുന്നത്. എൻ്റെ ഹെയർ ഡൊണേഷൻ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവർക്ക് ഹെയർ ഡൊണേഷൻ ഫ്രീ ആയിട്ട് ക്യാൻസർ പേഷ്യൻറ്റിന് വിഗ് കൊടുക്കുന്നു. അത് മാത്രമല്ല, മിറാക്കിൾ എന്ന് പറയുന്ന ഷെൽട്ടർ ഹോമും കൂടെ അവർക്ക് ലഭ്യമാണെന്നുള്ളതാണ്. അവിടെ ഒരുപാട് പേരുണ്ട്. അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഈ ഒരു മുടി, ഇങ്ങനെയുള്ള ഇത്രയും മുടി ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ആ ഒരു ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി വിഗ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഒരു മുടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായതുകൊണ്ട് അത്രയും പോർഷൻ ഷേവ് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ളതാണ് കട്ട് ചെയ്തത്. അപ്പോൾ മഴയിലേക്ക് മുടി വരുന്ന ടൈമിൽ ആ ഒരു ഷേവ് ചെയ്ത സ്ഥലം കാണില്ല എന്നുള്ളതാണ്. അങ്ങനെ മുടിയൊക്കെ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തു, സെറ്റ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ മുടി ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി എന്നുള്ളതാണ്. 5ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇത്രയും ചെറുതാക്കുന്നത് ഇപ്പോഴാണ്. കാരണം 5ാം ക്ലാസ് വരെ എൻ്റെ മുടി ഇതുപോലായിരുന്നു. പിന്നീടാണ് ഞാൻ മുടി വളർത്താൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൊണേഷൻ ചെയ്തവർക്ക് അവരുടെ പേരിലാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മുടി. ഇത്രയും പോർഷൻസാണ് ഞാൻ വെട്ടിയിട്ട് അവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതവർ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ മുടി എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് മുടി കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ അവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ ചേച്ചി ജസ്റ്റ് ഇവിടെ വന്നപ്പോഴാണ് ഇതിനാണ് വന്നതെന്ന് അറിയുന്നത്. അപ്പോൾ അതിനുശേഷം ചേച്ചീൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കോളായി കിടക്കുന്നതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഇത് കുറച്ച് ഡാമേജ്ഡ് ആണ്, വേണമെങ്കിൽ ഇവിടുന്ന് സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഇവർ കട്ട് ചെയ്യുന്നതിന് ക്യാഷോ യാതൊരു രീതിയിലുള്ള ക്യാഷോ ഒന്നും തന്നെ വാങ്ങുന്നില്ല. അപ്പോൾ എൻ്റെ കട്ട് ചെയ്തതിൻ്റെ ശേഷം അവർ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ലെയർ അടിച്ച് തരാം എന്ന് പറഞ്ഞതുകൊണ്ട് ചേച്ചി അവിടെ ഇരുന്നു. അങ്ങനെ ചേച്ചീൻ്റെ മുടി ഒക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ലെയർ അടിക്കാൻ വേണ്ടി പറ്റും, ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ചേച്ചി ഓക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചീൻ്റെതും കൂടെ അവിടുന്ന് അവർ ഫ്രീ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഡൊണേഷൻ്റെ ഭാഗമല്ല. കാരണം ഡൊണേഷന് വേണ്ടി നമുക്ക് 12 ഇഞ്ചാണ് ഒരാളുടെ മുടി ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ 12 ഇഞ്ചും അതിൽ കൂടുതലും നമുക്ക് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ താഴ്ന്നു കഴിഞ്ഞാൽ അവർക്ക് വിഗ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവർ ഒരു 12 ഇഞ്ചിൻ്റെ മിനിമം ലെങ്ത്ത് പറയുന്നത്. പിന്നെ ചേച്ചീൻ്റെ മുടി ലെയർ അടിച്ചതിന് ശേഷം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായി. ചേച്ചീൻ്റെ പഴയ മുടി, അതായത് ചേച്ചീൻ്റെ ഒറിജിനൽ മുടി എങ്ങനെയായിരുന്നു അതുപോലെ അവിടെ നിന്ന് തന്നെ ചേച്ചീൻ്റെ മുടിയൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്ത്. പിന്നെ നല്ല രീതിയിൽ രണ്ടാളും കൂടെ കണ്ണാടിയൊക്കെ നോക്കി. പിന്നെ അവിടുന്ന് ഫോട്ടോഷൂട്ടായിരുന്നു. കാരണം അവർക്ക് അവിടെ ചെയ്തവർക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ്, അപ്പോൾ അവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ സമ്മതം ചോദിച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തുന്നില്ല. പിന്നെ നല്ല രീതിയിലുള്ള മഴ, റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ഇന്ന് കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മഴ ഉണ്ടായിരുന്നു. തീരാതെ മഴയായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴും വീട്ടിലെത്തുന്നവരെയും നല്ല രീതിയിലുള്ള മഴയായിരുന്നു. പിന്നെ 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 12 മണിക്കാണ് എത്തിയത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 2:30 ആയിരുന്നു ഞങ്ങളുടെ എല്ലാ പരിപാടിയും കൂടെ കഴിയാൻ. കാരണം അവിടെ നിന്ന് ഫോം ഫില്ല് ചെയ്യാനും പിന്നെ 2 പേർക്കും മുടി കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു താഴെ ഹോട്ടലുണ്ട്, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. അങ്ങനെ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് ലൈം ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് നേരെ വീട്ടിൽ വന്നത്. അതും നല്ല പൊരിഞ്ഞ മഴയത്താണ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.